നമസ്കാരം. എല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളാണ് താരത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമസ്കാരം. ഗോസിപ്പ് ഗോപാൽ ഇതാ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തിക്കഴിഞ്ഞു. ശ്രീനിവാസൻ ചെയ്ത കാര്യങ്ങളെല്ലാം ജയറാം മറന്നെന്നുള്ള കാര്യം ശ്രീനിവാസൻ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ തല്ലുകൊള്ളാതിരിക്കാൻ എവിടൊക്കെ പോയി ഒളിച്ചിരുന്നെന്നറിയാവോ? ആ കൂട്ടത്തിൽ നമ്മുടെ മമ്മൂക്കായുടെ അടുത്തും ചെന്നു. മമ്മൂട്ടിയുടെ അടുത്തേ ലാലിനെ പോലെയല്ല മമ്മൂക്ക, ഭയങ്കര ഗൗരവക്കാരനല്ലേ. ഞാനും മമ്മൂക്കായും തമ്മിൽ നല്ല കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മമ്മൂക്കയെ വളരെ അടുത്തറിയാം. ആള് ഗൗരവക്കാരനാണെങ്കിലും ഡീസന്റ് മെമ്പറാ. അതുകൊണ്ടല്ലേ എന്നെ ഒരു 7 അയൽവക്കത്ത് പോലും പുള്ളിക്കാരൻ അടുപ്പിക്കാതിരിക്കുന്നത്. മമ്മൂക്കയുടെ ടൈം എന്ന് പറഞ്ഞുണ്ടല്ലോ, ഇപ്പൊ നല്ല ബെസ്റ്റ് ടൈം അല്ലേ. തൊടുന്നതെല്ലാം പൊന്ന്. അതുകൊണ്ട് കൂടെ കൊണ്ടു നടക്കുന്ന ശ്രീനിവാസനെ ഒന്ന് മൈൻഡ് ചെയ്യാൻ മറന്നുപോയി. ശ്രീനിവാസനുടെ കൂടെ ഒരു നമ്പർ ഇട്ട് നോക്കി. നടക്കുവോ നമ്മുടെ മമ്മൂക്കയുടെ അടുത്ത്? ചില സമയത്ത് ശ്രീനിവാസൻ ഒരാളൊരു അല്പം പെശക. മമ്മൂക്ക പറഞ്ഞതുപോലെ എങ്ങാനും ചെയ്തു കളയുമോ എന്ന് പേടിച്ചിട്ട് ഒരു കത്തിയായിട്ട് ശ്രീനിവാസൻ മമ്മൂക്കയെ വിരട്ടാൻ പോയി. വെറുതെ ഒന്ന് വിരട്ടാൻ പോയതാ. പക്ഷെ കയ്യിലിരിക്കുന്ന കത്തിയല്ലേ, അറിയാതെങ്ങാനും കയറിപ്പോയാൽ എന്ത് ചെയ്യും? ഭാഗ്യത്തിന് ആ ലൊക്കേഷനിലുള്ളവരെല്ലാരും കൂടെ കയറി ഇടപെട്ടത് കൊണ്ട് അന്നൊന്നും സംഭവിച്ചില്ല. ശ്രീനിവാസന്റെ നമ്പറുകളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ മമ്മൂക്ക അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. പക്ഷെ ശ്രീനിയുടെ ഭാഗ്യം പോലെ ഒരു ദിവസം ചെന്ന് പെട്ടതോ മമ്മൂക്കയുടെ മുമ്പിൽ തന്നെ. കോട്ടയംകാരനല്ലേ, വൈക്കംകാരനാ. അടി തുടങ്ങി കഴിഞ്ഞോണ്ടല്ലോ നല്ല സൂപ്പർ അടിയായിരിക്കും കൊടുക്കുന്നത്. ജയറാമിന്റെയും പാർവതിയുടെയും സംഭവം അവസാനിച്ചെങ്കിൽ എന്താ, നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ മലയാള സിനിമയില്. അപ്പൊ പുതിയ ഗോസിപ്പുകളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഈ വാർത്തകൾ അറിയാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. TV, റേഡിയോ, പത്രം, അങ്ങനെ പല മാർഗങ്ങൾ. പക്ഷെ ഇവിടെ നിന്നൊന്നും കിട്ടാത്ത ചൂടുള്ള വാർത്ത അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ചെറിയ ചായക്കടകളിൽ ചെന്നാൽ മതി. കാരണം ആ നാട്ടിൻപുറത്ത് ഒതുങ്ങി കൂടുന്ന ജനങ്ങളാണെങ്കിലും നാട്ടിൻപുറത്ത് ഒതുങ്ങി കൂടുന്ന ഒരു ചായക്കടയാണെങ്കിലും അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ആഗോള തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടെ നമുക്ക് എന്തായാലും ചായക്കടയിലോട്ട് പോകാം അല്ലേ മച്ചി? വളരെ ചായക്കടയിലോട്ട് പോകാം. ഒന്ന് പോയി നോക്കാം. ഭഗവാനെ, രാവിലെ ഞാൻ കട തുറന്നു വെച്ചിട്ടുണ്ട്. നല്ല കച്ചവടമൊക്കെ കൊണ്ട് തരണേ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ചേട്ടാ എന്താടാ ഇങ്ങി വാ. എന്തേ ചായ ഉണ്ടോ? ഒറ്റ കീറുകീറുണ്ടല്ലോ. രാവിലെ ചായക്കട കയറിക്കൊണ്ട് ചായ ഉണ്ടെന്ന് വെച്ചാൽ വായിലുള്ളൊന്നും കേൾക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു 15 ചായ വേണം. 15 ചായയോ? എങ്ങോട്ട്? നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് കമ്മിറ്റി കൂടെ അങ്ങോട്ട് 15 ചായ. അമ്പല കമ്മിറ്റി ഉത്സവം ഇപ്പൊ കൊടുത്തു വിട്ടേക്ക്. നീ പോയിക്കോ ഇപ്പൊ പോട്ട് കേട്ടോ. ഭഗവാനെ, എന്റെ പ്രാർത്ഥന കേട്ടല്ലേ കേട്ടോ. എടാ ഒരു 15 ചായ എടുത്തേ. എന്തായാലും ഉത്സവ കമ്മിറ്റിക്കാർക്ക് ഇന്ന് തന്നെ കൂടാൻ പറ്റിയത് നന്നായി. ശശിയേട്ടോ, എന്തോ പേപ്പറും തന്നെ. പേപ്പറും വായിച്ചോണ്ട് ഉച്ചവരെ ഇവിടെ ഇരുന്ന് എന്നെ കൊല്ലാനുള്ള പരിപാടിയാണെങ്കിൽ വേണ്ട. ചായ വേണമെന്നേ. ചായ വേണം. എത്ര ചായ വേണം? ഒരു ചായ. ആ ഉത്സവ കമ്മിറ്റിക്കാർക്ക് ഒരു 15 ചായ കൊടുക്കാറുണ്ട്. അത് കൊടുത്തിട്ട് സമയമുണ്ട് നിനക്ക് ഒരു ചായ തരാം. ഉത്സവ കമ്മിറ്റി ഒക്കെ എന്നാ ഉണ്ടായത്? ഞാൻ സ്ഥിരം വരുന്നവനല്ലേ. ചായ പത്രം വായിക്കാ. ഞാൻ അറിയാം, മുഖ്യമന്ത്രി ഓടിയായിരുന്നു ഉദ്ഘാടനം ചെയ്യാന്ന് പറയുന്നേട്ട്. എല്ലാം പേപ്പറിൽ ഉണ്ടാക്കാൻ നോക്കാനാ. പിന്നെ നിന്റെ പെങ്ങൾക്ക് എന്തോ അസുഖം എന്താണെന്ന് പറഞ്ഞു. ഭ്രാന്തോ? എന്താടാ അത്? അത് കുറവുണ്ട്. ഭ്രാന്ത് കുറവുണ്ടോ? ചികിത്സിച്ചോ? ചികിത്സിച്ചു. ഇപ്പൊ വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുക? വീട്ടിലില്ല. അപ്പൊ അവള് ഈ കരൺ TVയിൽ അവതാരികയായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുക. വെറുതെ ആണോ അതിനകത്ത് കിടന്ന് ഈ മേളാങ്കം എല്ലാം കൂടെ നടത്തുന്നത്? അതിലുള്ള എല്ലാരും അതേപോലെ ആണല്ലേ. പിന്നെ മൂത്ത പെങ്ങൾ എന്തോ കല്യാണം കഴിഞ്ഞിട്ട് എന്തോ പ്രശ്നമാണെന്നോ? പ്രശ്നമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് ചെറിയൊരു പ്രശ്നമുണ്ട്. പുള്ളി എന്തോ ആർട്ടിസ്റ്റ് എന്തോ മെഗാ സീരിയൽ നടനല്ലേ? മെഗാ സീരിയൽ നടൻ. എന്താ സത്യത്തിൽ എന്താ പ്രശ്നം? എന്താ അവിടെ? പ്രസവം നിർത്താൻ സമ്മതിക്കുന്നില്ലെന്നേ. മെഗാ സീരിയൽ നടൻ തുറന്നു പോക്കോട്ടെ അവൻ പറയുന്നത്. ചായ കിട്ടിയില്ല. ഒരു ചായ അല്ലേ? എടാ 15 ചായ പറഞ്ഞൊരു പുറത്ത് വെയിറ്റ് ചെയ്യാൻ അറിയാമോ? ഈ 15 ചായക്ക് മുമ്പിൽ ഒരു ചായ വല്ലതും ചായയാണോ? എന്താ? ഞാൻ ചായ 15 ചായ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്പല കമ്മിറ്റി അടിച്ചു പിരിഞ്ഞു. അമ്പല കമ്മിറ്റി അടിച്ചു പിരിഞ്ഞ് പോടാവണെന്ന്. പിന്നെ ഞാൻ അവിടെ ഇരുന്നേ. ഞാൻ പോയിട്ട് നമ്മള് നാട്ടുകാര്. അമ്പല കമ്മിറ്റിയൊക്കെ ഇന്ന് വരുന്ന ആളെ പോ. ഇത് കൊടുത്തിട്ട് ഇല്ല അമ്പല കമ്മിറ്റിയൊക്കെ എന്താ മോനൊരു ചായ അല്ലേ? ഒരു ചായ കൊടുത്തൊരു ചായ കഴിക്കാൻ വല്ലതും വേണോ? ഒന്നും ഇല്ലല്ലോ. അപ്പത്തിന്റെ 6 തോളയുള്ള എടുക്കും. മറ്റേ അച്ചപ്പോ അല്ലേ? അച്ചപ്പോന്നാണ് അതിന് പറയുന്നത്. എന്തോ ഒരു പേര് അങ്ങനെയൊക്കെയാ.
നീ രാവിലെ ഉണ്ടാക്കിയ സാധനം നല്ല അടിപൊളി സാധനം അത്. ഇത് ഒരാഴ്ച പഴക്കമുള്ളതാ. പിന്നെ പോയാ ഇവിടുന്ന് ഒരാഴ്ച പഴക്കം. നീ അങ്ങനെ പറഞ്ഞു. പകുതി പൈസയേ ഞാൻ തരുള്ളൂ. ഇല്ല സാമ്പാറുണ്ട്, കീമ്പാറുണ്ട്, അവിയലുണ്ട്, കിവിയലുണ്ട്, മോരുണ്ട്, കീരുണ്ട്, ചോറുണ്ട്, കീറുണ്ട്. വാ വാ വാ. ശശിയേട്ടോ സാമ്പാർ ഒഴിക്കാൻ 2 ദോശ. അയ്യോടാ സാമ്പാർ തീർന്നു പോയി. വേണമെങ്കിൽ ചമ്മന്തി ഒഴിക്കാൻ 2 ദോശ മതി. അങ്ങനെയാണ് ദാഹിച്ചിട്ടോ ഒരു സോഡ നാരങ്ങ ഉള്ളതാ. സിസർ ഫിൽറ്റർ മതിയോ? സോഡ നാരങ്ങ തീർന്നു പോയത്. ദാഹിക്കുന്നതിന് സിസർ ഫിൽറ്റർ ആണോ കുടിക്കുന്നത്? ഇവിടെ ഉള്ളതല്ലേ എനിക്ക് തരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ചെറിയൊരു കടിതാ. അതെ കടി തരാം. ഇത് കഴിച്ചു. നോക്കിയോ ശശിയേട്ടോ ഈ നെയ്യപ്പത്തിന്റെ അകത്ത് മുഴുവൻ മുടിയാണല്ലോ. നീ എന്താ ഒന്നും അറിയാൻ മേലാത്തോ ഇങ്ങനെ സംസാരിക്കുന്നത്? എടാ ഇവിടെ ഒരു ഒറ്റക്കൈനാ നെയ്യപ്പം ഉണ്ടാക്കാൻ നിൽക്കുമെന്ന് നിനക്ക് അറിയരുതോ? അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവൻ ഒറ്റക്കൈ കൊണ്ട് ഇങ്ങനെ മാവ് കുഴയ്ക്കും. ഇതൊന്നും പരത്തി എടുക്കണ്ടേ? എന്റെ ദൈവമേ എന്ന് വിളിച്ചൊരു ഒറ്റ അടിയാ നെഞ്ചത്ത്. അപ്പൊ പിന്നെ രോമൊക്കെ ഉണ്ടോ? നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഇത് നെയ്യപ്പ അല്ല, പിന്നെ മുടിയപ്പ. എനിക്കൊക്കെ കളയരുത്. 2 ആഴ്ച വെക്കേണ്ട സാധനം. അവൻ ഇതിന്റെ അകത്ത് 5 വിരലിട്ടാ ചെയ്തപോലെ ചങ്കത്തിട്ടടിക്കാണോ? ഞാൻ തന്നെ ഉണ്ടാക്കിയത്. നീ ധൈര്യമായിട്ട് കഴിച്ചു കേട്ടോ. ചോറുണ്ട്, കീറുണ്ട്, സാമ്പാറുണ്ട്, കീമാറുണ്ട്, അവിയലുണ്ട്, കിവിയലുണ്ട്. ഊടരടി. നിന്റെ വീട് പണിയൊക്കെ എവിടെ വരെയാടാ? എന്റെ സുശീല ഒന്നും പറയണ്ടടാവേ. 2 നില പണിയാനായിരുന്നു പ്ലാൻ. കയ്യിൽ ആകെപ്പാടെ 2 ലക്ഷം രൂപയുള്ളൂ. അതുകൊണ്ട് എങ്ങനെ 2 നില പണിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ഉള്ള 2 ലക്ഷം രൂപയ്ക്ക് ആ മേളത്തെ നില അങ്ങ് പണി, താഴത്തെ നില നമുക്ക് കാശ് കിട്ടുമ്പോൾ ചെയ്യാമല്ലോ. അതല്ലടാവേ, എന്ത് ചെയ്താ മണ്ണടിച്ചിട്ടും കണ്ടം അങ്ങ് പൊങ്ങുന്നില്ല. എന്തുമാത്രം മണ്ണടിക്കുന്നറിയോ? പക്ഷെ കണ്ടം അങ്ങ് പൊങ്ങുന്നില്ലെന്ന്. എടാ അതിന് ഞാൻ നിനക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. നീ 1 ലോഡ് മണ്ണടിച്ചിട്ട് അതിന്റെ മുകളിൽ ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ കൊണ്ട് വെതറുക. അതിന്റെ അതിന്റെ മുകളിൽ 1 ലോഡ് മണ്ണും കൂടെ അടിക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോ നല്ല പൊങ്ങി ഇങ്ങനെ ഇരിക്കും. വേണേ അപ്പം കൂടെ ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം അറിഞ്ഞല്ലോ, ഓണാഘോഷ പരിപാടിക്ക് നീ എന്തോ കഥയോ കഥാപ്രസംഗം എന്തോ? ഒരു കഥയുണ്ട്. എന്റെ കഥ ഞാൻ എഴുതിയില്ലേ? നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ളിയുടെ കയറില്ലേ, അതിലും ബലമുള്ളൊരു കഥയാ ഞാൻ എഴുതിയത്. വടം. ഓണാഘോഷത്തിന് വരിക്കാൻ ചോദിച്ചിരിക്കും അവര്, കൊടുക്കില്ലേ? നമസ്കാരം. ഭയങ്കര മനസ്സിലാണല്ലോ. മീൽസ് ഉണ്ടല്ലോ അല്ലേ? മീൽസ് എന്ന് പറഞ്ഞാൽ ഊണ്. കിവിയിലുണ്ട്, സാമ്പാറുണ്ട്, കീമാറുണ്ട്, മോരുണ്ട്, കീരുണ്ട്, തോരനുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. നീ കുറെ നേരമായി വന്നപ്പോ മുതൽ കേട്ടോ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ഇന്ന് തുടങ്ങിയ ബിസിനസ് ആണ് ഇത്. ഈ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ നീ കാശ് തരണ്ടെന്നു. എന്നാ ഉണ്ടടാ വിശേഷം? നിന്നെ ഈടായിട്ടൊന്നും കാണാനില്ലല്ലോ. കംപ്ലീറ്റ് തിരക്കല്ലേ ചേട്ടാ, ഒരു പറമ്പ് നോക്കാൻ വേണ്ടി പോയതാ. പിന്നെ പറമ്പ് മേടിച്ചോ? ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടരുത് കേട്ടോ പറമ്പ്. നമ്മുടെ ഇഷ്ടംപോലെ കാശല്ലേ. പറമ്പ് മേടിച്ചേ? എറണാകുളത്താ വാങ്ങിച്ചത്. പറമ്പിന്റെ കാര്യം പറയുമ്പോഴാ ഞാൻ മറ്റൊരു കാര്യം ആലോചിച്ചു. എന്റെ പറവില്ല പറമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? പറമ്പ് കണ്ടിട്ടില്ല. ആ പറമ്പാണ് കാണേണ്ടത്. എന്താ പറമ്പത്? ആ പറമ്പിന്റെ പ്രത്യേകത, രാവിലെ ആ പറമ്പിന്റെ ഒരു വശത്ത് നിന്നും എന്റെ കാറിൽ പുറപ്പെട്ട മറുവശത്ത് ആ കാർ എത്തുമ്പോൾ വൈകുന്നേരം ആകും. ഇതേപോലൊരു പഴയ കാർ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ അതുമായിട്ട് ഇറങ്ങിയാൽ ടൗണിൽ ചെല്ലുമ്പോ വൈകുന്നേരം 4 മണിയാകും. ഞാൻ വിറ്റ് കളഞ്ഞു പഴഞ്ചനാക്ക്. ചോറായിട്ടുണ്ടോ? മോരുണ്ട്, കീരുണ്ട്, സാമ്പാറുണ്ട്, കീമാറുണ്ട്, അവിയലുണ്ട്, കിവിയലുണ്ട്, എല്ലാം ഊണുണ്ട്. ഇതൊന്നും ഇല്ല. നീ കാശ് തരണ്ടെന്ന്. അപ്പൊ എനിക്ക് ചോറില്ലേ? ചോറ് തരാം. സാമ്പാറുണ്ട്, കീമാറുണ്ട്, തോരനുണ്ട്, കീരുണ്ട്, ചോറുണ്ട്, കീരുണ്ട്. വരണം. ഊണ് തീരാൻ പോവാണേ. പെട്ടെന്ന് വന്നാ കഴിക്കാം. എന്റെ ചേട്ടാ, ഈ കല്ലൊക്കെ ഒന്ന് മാറ്റി വെക്കണ്ടേ? വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ല, ഒന്ന് പറ്റാൻ വേണ്ടി വന്നതാ. 2 ഊണ് പട്ടിലെഴുതി. ശശിയേട്ടോ, ഊണൊക്കെ അടിപൊളിയായിരുന്നു. അതല്ല ഞാൻ പറയുന്നത്, എന്റെ ഈ കടയിൽ ഊണെന്ന് പറഞ്ഞാൽ 15 രൂപ. അതിനെന്തിനാ കാശ് തരുന്നേ? ഊണിന്റെ കാശ് 15 രൂപ. കാശ് തരേണ്ട കാര്യമില്ലല്ലോ. ശശിയേട്ടനല്ലേ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല കാശ് തരണ്ടെന്ന്. എടാ ഞാൻ പറഞ്ഞ സാധനം ഏതാ ഇല്ലാതിരുന്നത്? ശശിയേട്ടൻ പറഞ്ഞ മിക്ക സാധനം ഇല്ലായിരുന്നു. മിക്ക സാധനം കിട്ടിയില്ല. കിട്ടിയില്ല. സാമ്പാർ കിട്ടിയില്ലേ? സാമ്പാർ കിട്ടി, പക്ഷെ കീമ്പാറ് കിട്ടിയില്ലല്ലോ. അവിയല് കിട്ടിയില്ലേ? അവിയല് കിട്ടി, പക്ഷെ കിവിയല് കിട്ടിയില്ലല്ലോ. തോരൻ കിട്ടിയില്ലേ? തോരൻ കിട്ടി, പക്ഷെ കീരം കിട്ടിയില്ലല്ലോ. എടാ മോര് കിട്ടിയില്ലേ? മോര് കിട്ടി, പക്ഷെ കീര് കിട്ടിയില്ലല്ലോ. ചോറ് കിട്ടിയില്ലേ? ചോറ് കിട്ടി, പക്ഷെ കീറ് കിട്ടിയില്ലല്ലോ. കീറ് കിട്ടിയാലേ നീ കാശ് തരുവുള്ളൂ അല്ലേ? കിട്ടിയാലേ തരുവുള്ളൂ. എന്നാ 15 രൂപ പറഞ്ഞാ പോരെ? പ്രിയമുള്ള കള്ളന്മാരെ, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. മന്ത്രി എത്തിക്കഴിഞ്ഞേ. നമസ്കാരം സാർ. സാർ ലേറ്റ് ആയപ്പോ ഞാൻ വിചാരിച്ചു സാർ താമസിച്ചു. നിങ്ങളൊക്കെ ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വരാതിരിക്കുമോ? അതെനിക്കറിയാമല്ലോ. എന്താ ഇവിടെ പരിപാടി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കള്ളന്മാരുടെ ഓണാഘോഷം, പിന്നെ അവരുടെ കലാപരിപാടികൾ.
കണ്ടോ 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 എന്നോടുള്ളൊരു ബഹുമാനം കണ്ടോ? പിന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാൾ മന്ത്രിയായാൽ അവർക്ക് സന്തോഷം തോന്നാതിരിക്കുമോ? ഇവിടെ കൊടുത്തിട്ട് പോ. കൊടുത്തിട്ട് പോ. സാറിന്റെ പേഴ്സ്. ഇവിടെ എന്തൊക്കെ പരിപാടികളാന്ന് പറഞ്ഞത്? ആദ്യമായിട്ട് സാറിന് ഉപഹാരമാണ് നൽകുന്നത്. അയ്യോ, വളരെ ഉപകാരം. ഉപകാരമല്ല, ഉപഹാരം ആണോ? ഇദ്ദേഹത്തിന് ഉപഹാരം കൊടുക്കുവാൻ വേണ്ടി പ്രശസ്ത കള്ളൻ ശ്രീ പിച്ചാത്തി കുട്ടപ്പനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതെന്താ ഇത്? പൊന്നാടാ എന്നാടാ? പൊന്നാടയാ സാറേ. കിടന്നുണ്ട്. നന്നായി. ആദ്യമായി ഈശ്വര പ്രാർത്ഥന, അതും പിച്ചാത്തി കുട്ടപ്പൻ തന്നെ. ഇവൻ തന്നെ ഈശ്വര പ്രാർത്ഥന. ഇവനെന്താ കേസ് എന്താ? 8 കൊലപാതകം, 8 മാനഭംഗം, പിന്നെ ഭവനവേദനം, എല്ലാ പരിപാടിയും. അപ്പൊ ഇവൻ തന്നെ പ്രാർത്ഥന. അഖിലാണ്ട ഗുണ്ടകൾ അടിപിടി കൂടി, അതിലൊരു ഗുണ്ടയുടെ തല തല്ലി പൊട്ടി. ഒരുപാട് കേസിൽ ഞാൻ പ്രതിയാണ് കേട്ടോ, അതിന്നും എന്നെ നിരക്ഷിച്ചിടണം. ഇടികൊണ്ടു എന്റെ കമ്പൻ തുണിയായി. സ്റ്റക്കായി. സാറൊന്ന് പിടിച്ചോ, നോക്കി വായിക്കാൻ പിടിച്ചോണേ. മറിച്ച് കളയില് ഇടി ഏമാരിടിച്ചെന്നെ പഴുതൂണിയാക്കി, ഇടികൊണ്ടു തൊഴി കൊണ്ടു നട്ടല്ലൊടിഞ്ഞു. ഇവരെല്ലാം ദൈവമേ നരകിച്ചിടണം, അതുകൊണ്ട് ഞങ്ങള് സന്തോഷിച്ചിടാം. നന്നായിരിക്കും. ഇനി എന്താ പരിപാടി? എന്താ? എന്റെ പൊന്ന് സാറേ, സാർ ഇവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് 2 വാക്ക് സംസാരിക്കണം. ഞാൻ പ്രസംഗിക്കണം. പിന്നെ എത്ര നേരം വരെ എനിക്ക് പ്രസംഗിക്കാം? സാർ എത്ര നേരം വേണം സംസാരിച്ചോ, പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകും. ശരി, അപ്പൊ വളരെ കുറച്ച് മതി അല്ലേ? കുറച്ച് മതി. എന്റെ എത്രയും സ്നേഹം നിറഞ്ഞ കള്ളന്മാരെ, ഈ ഓണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ക്രിസ്മസ് അല്ല, ഒരു വിഷു അല്ല, ഒരു റംസാൻ അല്ല. ഓണത്തെ കുറിച്ച് പറയുമ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു 2-3 ശീലുകളാണ്, കവിതകളാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. വളരെ അർത്ഥവത്തുള്ള ഗാനങ്ങളാണ്. ഓണത്തപ്പ കുടവയറ, ഇന്നും നാളെയും കല്യാണം, അട്ട പൊരിച്ചത് ഉപ്പേരി, ആര് വിളമ്പും സമ്മന്തി. നല്ല അർത്ഥവത്തുള്ള വരികളാണ്. ആരൊക്കെ എഴുതി വെച്ച്? മുതിർന്നവർ, കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്, കാണം വിറ്റും ഓണം ഉണ്ണണം. കാണം എന്താ? കാണും എന്താന്ന് എനിക്കും അറിയില്ല, ഏതോ ആരണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതെല്ലാരും പറഞ്ഞു നടക്കുന്നല്ല എന്താ പറയുന്നത്. ഇത് വിറ്റ് എന്തെങ്കിലുമൊക്കെ വിറ്റ് എല്ലാരും ഓണം ഉണ്ടണം. ഈ ഓണത്തെ കുറിച്ചുള്ള കഥ വളരെയധികം രസകരമാണ്. കുഞ്ഞുനാൾ മുതൽ നമ്മളെല്ലാം കേട്ടുവരുന്ന കഥകളാണ് ഓണത്തെ കുറിച്ചുള്ള കഥകൾ. പണ്ട് നമ്മുടെ ഈ കേരളം ഭരിച്ചിരുന്നത് ഒരു അസുര ചക്രവർത്തിയായിരുന്നു. ആ ചക്രവർത്തി ഇങ്ങനെ ഭരിച്ചു വരുന്ന നാളിലാണ് അദ്ദേഹം ഒരു മഴ എടുത്ത് എറിഞ്ഞ് നമ്മുടെ കേരളം ഉണ്ടാക്കി. ആ ചക്രവർത്തി മറ്റാരുമല്ല, പരശുരാമൻ. അങ്ങനെ ഈ പരശുരാമൻ രാവണനുമായിട്ട് നടന്ന ഒരു യുദ്ധത്തിലായിരുന്നു ഈ ഓണം. രാവണനുമായിട്ട് എന്തോ യുദ്ധം നടന്നപ്പോഴല്ലേ അവിടെ കൈകൈയെ കണ്ട് അങ്ങനെ ആ രഥത്തിനിടയ്ക്ക് കൈകൈ വിരലിട്ട ഇങ്ങനെ ആ രഥത്തിന് ചക്രങ്ങൾ ഉറപ്പിച്ച അതിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഇന്നും നമ്മൾ കേരളീയർ ഈ ഓണം ആഘോഷിക്കുന്നത്. സ്മരണ എന്നും നമ്മളിൽ ഉണ്ടാവണം. സാർ കൂടുതൽ സംസാരിക്കണ്ട, ഒരു വിധത്തിലാണ് ഞാൻ ഈമാരെയൊക്കെ പിടിച്ചിവിടെ ഇരുത്തിയിരിക്കുന്നത്. അടുത്തായിട്ട് കലാപരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. കലാപരിപാടികളുണ്ടോ? പിന്നെ മിമിക്രി മിമിക്രിയാണ്. അതാരാ ചെയ്യുന്നത്? വടിവാൾ വാസു. വടിവാൾ വാസു വടിവാൾ വാസു ഇതാണ് വടിവാൾ വാസു. ഇവനെ ഞാൻ മറ്റേ ആ കേസിൽ പിടിച്ചപ്പോ നല്ല ജിമിട്ട് പോലെ പോലെ എന്ത് ഇടിച്ചുണക്കി കളഞ്ഞോളൂ. ഞാൻ കീറാനെന്നറിയാവോ? മിമിക്രി പണ്ട് പോലെ പഠിക്കുന്നതാണോ? ചെറുപ്പകാലം തൊട്ടേ ഉള്ള. ഇതിനിടയ്ക്ക് അതും ഉണ്ടായിരുന്നല്ലേ? മിമിക്രിയെ കുറിച്ച് 2 വാക്ക് പെട്ടെന്ന് വേണം. ബഹുമാനപ്പെട്ട മന്ത്രി പൗരനും ബഹുമാനപ്പെട്ട വാർഡൻ പൗരനും നമസ്കാരം. മിമിക്രിയെ കുറിച്ച് 2 വാക്കാദ്യം. മിമിക്രി ഉണ്ടായത് 1435 തോന്നുന്നു. പരീസ് ആറ്റൻ ബറോർ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനാണ് ആദ്യം മിമിക്രി കണ്ടുപിടിച്ചത്. ഭൂമി ഒരു കുത്തിക്കുറിന്റെ കോളമായിരുന്നു. അതിങ്ങനെ ഭൂമിയിൽ നിന്ന് പൊങ്ങി വന്ന ആദ്യമായിട്ട് ഒരു പ്രതിയെ ഒരാൾ ഒരു പിച്ചാത്തിക്ക് കുത്തുന്നതും ഒരു പേനാക്കത്തിക്ക് കുത്തുന്നതും ഒരു വടിവാളിന് വെട്ടുന്നതും തമ്മിലുള്ള ശബ്ദ വ്യത്യാസങ്ങളാണ് ആദ്യം ഞാൻ കാണിക്കാൻ. ആദ്യമായിട്ട് കുഞ്ഞു പിച്ചാത്തിക്ക് കുത്തുന്നത്. പിച്ചാത്തിക്ക് സാറൊന്ന് കുത്തിക്കിട്ട് നീള പിച്ചാത്തി വടിവാളിന് വെട്ടുന്നത്. ഇനി പോലീസുകാര് പ്രതികളെ കുഞ്ചിർത്തിയടിക്കുമ്പോ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾ പറഞ്ഞിരിക്കണം. കുഞ്ഞിട്ട് 1 2 3 പറഞ്ഞു. 1 2 3 ഇവിടെ ഇരിക്കുമ്പോ
ഇനി ഇനിയുണ്ടോ? ഇനിയുണ്ട് ഇനി ഒരു കള്ളം മതിൽ ചാടി കക്കാൻ ചെല്ലുമ്പോൾ പട്ടിയെ കാണുമ്പോൾ അവന്റെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ അത് ഞാൻ അയ്യോ കാണിക്കും. അതിനോട് പട്ടിയില്ലല്ലോ. സാറുണ്ടല്ലോ. അല്ല സാറ് പട്ടിയായിട്ടൊന്ന് കുറച്ച് തന്നാ ഞാൻ ഒരു കലാകാരൻ ഉയർത്തിയെടുക്കാൻ പട്ടിയായിട്ട് കുറയ്ക്കുന്നത് കുഴപ്പമില്ല. സാറൊന്ന് കുറച്ച് തന്നാ എന്റെ മുഖത്തെ പാവങ്ങൾ ഞാൻ മാറ്റി പാവങ്ങൾ വരും, അല്ലേ? ഓ, ശരി, അപ്പൊ ഞാൻ ചാടിയിട്ട് മതിൽ ചാടുകയാണ്. അപ്പൊ സാറ് കുറച്ചോളാം. ശരി, ഞാൻ ഓക്കെ പട്ടി, അല്ലേ? സാറ് പട്ടി, ഞാൻ മതിൽ ചാടുന്ന കള്ളൻ. റെഡി 1 2 3 അപ്പച്ചാ നന്നായിരിക്കും. ഞാൻ പറഞ്ഞു. ഞാൻ ഇതേപോലെ വേറെ എന്തെങ്കിലും ഐറ്റങ്ങൾ കാണിക്കുന്നത്. ഓക്കേ, ഓക്കേ, ശരി. ഞാനിവിടെ കള്ളന്മാരെയൊക്കെ സംഭവിക്കും. ശരി, ശരി. മതി. പൈസ ഒന്നുമില്ല, പിന്നെ എവിടെയാണ്? മോതിരം എവിടെ? എന്റെ മോതിരം എവിടെ? എന്റെ ദൈവമേ, ഇവിടെ കണ്ണ് തെറ്റിയാ അല്ല അടിച്ചിട്ട് പോലോ. അവിടെ നിന്നില്ല എന്നാ ഇവിടെ നിന്ന് ആവൂല. ഇത് ആനന്ദൻ രാവണപഥം ബാലയുടെ ഡയറക്ടർ ഇദ്ദേഹമാണ്. ബാലയുടെ ഡയറക്ടർ. അതെ. നന്നായി. ഇതുപോലുള്ള ഈ ഭക്തി ബാലകൾ നമ്മുടെ ഈ കുറ്റവാളിയുടെ നമ്മൾ പഠിപ്പിക്കാൻ നേരത്തെ അവരുടെ മനസ്സിലുള്ള കുറ്റവാസന അങ്ങ് മാറി കിട്ടും. ലക്ഷ്യം വെച്ചിരിക്കുന്നതാണ്. സാർ ഞാൻ ഭയങ്കര കവിയാണ് സാർ. ചില കവിയാണ് സാർ. കവിയാണ്. ഇപ്പൊ വന്ന് കവിത ചൊല്ലി ഞാൻ. പോലീസ് കലാമണ്ഡലം ഇദ്ദേഹത്തിനായിരുന്നു കവിതയ്ക്ക് ഒന്നാം മോതിരം ഒന്നും അടിക്കുന്ന ആളല്ലോ. ശരി, കവിത. ഓക്കെ സാർ. ഇതായിരിക്കണം കേട്ടോ. അന്ന് ഞാൻ നിന്നെ പിടിക്കുവാൻ വന്ന വഴിയിൽ നീ സൈക്കിളിൽ പാഞ്ഞു. നിന്റെ സൈക്കിളിന്റെ ഹാൻഡിലിൽ ഞാൻ പിടിച്ചു. നീ പാഞ്ഞു പാറാസ്കരെ. പിന്നെ ഞാൻ ഓടിച്ചു തന്നെ ഞാൻ മതിലുകൾ ചാടി നീ വേലികൾ താണ്ടി നീ നൂറേലോടി. നിന്റെ പുറകെ ഞാൻ വന്നപ്പോൾ നിന്റെ കൂടി കമ്പി പോലെ പുറകിൽ നിന്നു. നീ അത്ര മരണപ്പാച്ചിലല്ലായിരുന്നു പാറാസ്കരെ. പിന്നെ ഞാൻ മതിയോ സാറേ? നല്ല വൃത്തമല്ലേ? അല്ല ഇനിയുണ്ട്, ഒരുപാടുണ്ടായിരുന്നു. ഇനി എന്തായാലും ആ രാവണവധം ബാലയും കൂടെ കണ്ടിട്ട് ഞാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് സാറ് പോയാ മതി. എന്നിട്ട് സാറേ ഞങ്ങൾ വിടത്തുള്ളൂ. ആകെ കുഴപ്പമായി. രാവണവധം ബാല എനിക്കൊരു കേടിയായിരിക്കും. ഇവിടെ തന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഈ രാവണവധം ബാലെ പോലുള്ള ഭക്തി ബാലകൾ നമ്മൾ ഈ കള്ളന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് നമുക്ക് ഭക്തി കോരിടാൻ പറ്റും. പിന്നെ നമുക്ക് അവരെ നന്നാക്കാനും പറ്റും. സാറേ ഭക്തിയൊക്കെ നല്ലതാ. പക്ഷെ ഇതിനകത്ത് ഹനുമാനായിട്ട് വേഷമിട്ട് ആരാന്നറിയോ? വടിവാള് വാസു. നന്നായിട്ട് അഭിനയിക്കത്തില്ലേ? അഭിനയിച്ചിട്ട് കാര്യമില്ലെന്ന്. അവര് ഈ പ്രാക്ടീസിനിടയ്ക്ക് മൃഗസഞ്ജരി കൊണ്ടുവരാൻ പറഞ്ഞൊരു പോക്ക് പോയതാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എവിടുത്തെ പോലീസുകാരനാണോ? ഒന്നാമത് പരവളിൽ ഇറങ്ങി മുങ്ങിട്ട് ഒറ്റ കള്ളന്മാരെ തിരിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞ് എന്റെ മന്ത്രിസ്ഥാനം വരെ തെറിക്കാൻ ചാൻസ് ഉണ്ട്, അറിയാമോ? അതിനിടയ്ക്ക് മൃതസഞ്ജീവനി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തന്മാർ ഹനുമാനായിട്ട് ഇവിടെ മുങ്ങുന്നത്. നിന്റെയൊക്കെ തൊപ്പ് ഞാൻ തെറിപ്പിക്കും. ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. ഇവിടുന്ന് പരവളിൽ ഇറങ്ങി മുങ്ങിയ എല്ലാമാരെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്ന് പറഞ്ഞൊരു ഓർഡർ ഇടാൻ വേണ്ടി പോയി. അത് നല്ല ഐഡിയ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തത്. 80 മുതൽ ഇവിടുന്ന് പരവളിൽ ഇറങ്ങി മുങ്ങിയവരെല്ലാം പിടിക്കാൻ സാറോട് 1985 മുതൽ ഇവിടുന്ന് പരവളിൽ ഇറങ്ങി മുങ്ങിയ എല്ലാ കള്ളന്മാരെയും പിടിക്കാൻ ഞാൻ ഓർഡർ ഇട്ടു. അത് വേണ്ട സാർ. 80 85 ഇടയ്ക്കാണ് ഇവിടുന്ന് ഏറ്റവും വലിയ കള്ളന്മാർ ചാടിപ്പോയിട്ടുള്ളത്. അവരെ പിടിക്കാൻ ഓർഡർ ഇടണം. 85 മുതൽ മുങ്ങിയമാരെ പിടിച്ചാൽ മതി. സാറിന് എത്ര നിർബന്ധം? അങ്ങനെ 1980 മുതൽ ഇവിടെ മുങ്ങിയമാരെ പിടിക്കാൻ ഞാൻ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ 82 പരവളിൽ ഇറങ്ങിയിട്ട് ഇപ്പോഴും മുങ്ങി കിടക്കുന്ന ഞാൻ ഇവിടെ വന്ന് കിടക്കട്ടെ. അപ്പൊ നമുക്കിനി അടുത്ത ആഴ്ച കാണാം. ഗുഡ് നൈറ്റ്.